ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു 38 ഇഞ്ച് ചെസ്റ്റ് സൈസ് ഉള്ള ഒരു സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇടുന്നത്. ഇത് നമ്മളോട് ഒരു ചേച്ചി ചോദിച്ചതാണ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിനുള്ള വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ. അപ്പം നമ്മൾ ഒരു പേപ്പറിലാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പം ക്ലോത്ത് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 1.25 മീറ്ററോ 1.5 മീറ്ററോ ക്ലോത്ത് വാങ്ങിച്ചോണേ. ആദ്യമായിട്ടൊക്കെ ഉള്ളവർ 1 മീറ്ററിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും അങ്ങനെ ചെയ്തെടുക്കുന്നത്. ആദ്യമായിട്ടുള്ളൊരു 1.5 മീറ്ററോളം ക്ലോത്ത് എടുത്തോണേ. എന്നിട്ട് നമ്മൾ രണ്ടായിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിരിക്കുകയാണ്. ബാക്ക് പോർഷനാണ് നമ്മൾ ആദ്യമേ കട്ട് ചെയ്യുന്നത്. ആദ്യമേ നമ്മുടെ ക്ലോത്തിനെ ഒന്ന് ലെവൽ ചെയ്ത് ഇതുപോലെ വരച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്ക് പോർഷനിലെ ലെങ്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യമേ നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ലെങ്ത് 14 ഇഞ്ച് ലെങ്തുള്ള ഒരു ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നാണ് ആ ചേച്ചി നമ്മളോട് കമൻറ്റിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ 14 ഇഞ്ചാണ് നമുക്ക് തയ്ച്ച് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ ഒരു 15 ഇഞ്ച് എടുത്തോണേ. അത് 15.5 ഇഞ്ച് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അടിഭാഗം ശകലം ഏറെ തയ്യൽ തുമ്പിട്ട് കൊടുത്താൽ മതി. എങ്ങനെയാണേലും 1 ഇഞ്ച് കൂടെ കൂടുതൽ എടുത്തോണം. നമ്മളിപ്പം 15 ഇഞ്ച് വെച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് ക്ലോത്തിനെ ഇങ്ങനെ നമ്മൾ കൊടുക്കണേ. അതിനുശേഷം നമ്മളുടെ സാരി ബ്ലൗസിൻ്റെ ലെങ്ത് എടുക്കുന്ന മെത്തേഡാണ് പറയുന്നത്. നമ്മളുടെ ഈ ഷോൾഡർ പോയിൻറ്റിൽ ഒരു സ്റ്റിച്ചുണ്ട്. ആ പോയിൻറ്റിൽ നിന്ന് ബാക്ക് പോർഷൻ നമ്മൾ ഇതുപോലെ അളന്നെടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ 1.5 ഇഞ്ച് കൂടെ കൂടുതൽ കൊടുത്തങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ നമുക്ക് സാരി ബ്ലൗസിൽ നിന്നും അളവെടുക്കാവേ. ഇനി നമ്മളുടെ ഷോൾഡറാണ്. അത് നമുക്ക് ഒരു 38 ഇഞ്ച് ചെസ്റ്റ് സൈസ് ഉള്ള ആൾക്ക് ഒരു 15 ഇഞ്ചോ 15.5 ഇഞ്ചോ ഒക്കെ ആയിരിക്കും നമ്മളുടെ ഷോൾഡർ. നമ്മളിപ്പോൾ ഒരു 15 ഇഞ്ചിൻ്റെ വെച്ചാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഒരു അല്പമൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസമൊക്കെ വരും. അതൊക്കെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് മനസ്സിലാക്കിക്കോണേ. അപ്പം നമ്മൾ ഈ 15 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ നേരെ പകുതി 7.5 ഇഞ്ച്. നമ്മളിപ്പം ബോട്ട് നെക്കൊക്കെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ആ 7.5 ഇഞ്ച് തന്നെയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ബാക്ക് പോർഷനിൽ നമ്മളുടെ നെക്കിന് ലെങ്ത് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 7.5 ഇഞ്ച് നേരെ അങ്ങ് കൊടുക്കരുത്. അതിൽ നിന്ന് നമ്മളൊരു 1.5 ഇഞ്ച് കൂടെ കുറച്ച് 6 ഇഞ്ചേ കൊടുക്കാവുള്ളേ. അപ്പോൾ ഒരു 8 ഇഞ്ച് വരെയാണ് നമ്മൾ ബാക്ക് പോർഷനിൽ നെക്കിന് ഡെപ്ത് കൊടുക്കുന്നതെങ്കിൽ 1.5 ഇഞ്ച് നമുക്ക് കുറയ്ക്കാം. എന്നിട്ട് 6 ഇഞ്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ 8 ഇഞ്ച് അല്ല ബാക്ക് പോർഷനിൽ 9 10 ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ 2-2.5 ഇഞ്ചോളം കുറച്ചോണം. എന്നിട്ട് അതിൽ കുറഞ്ഞുള്ളതേ നമ്മൾ ഷോൾഡറിന് വിഡ്ത്തായിട്ട് കൊടുക്കാവുള്ളേ. നമ്മൾ ഈ ഷോൾഡർ വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. നമ്മളുടെ ടോട്ടൽ ഷോൾഡറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ നിന്ന് 1.5 ഇഞ്ച് കുറയ്ക്കുക. എന്നിട്ട് അതാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഡൗൺ വേഡ് കൊടുത്തു. ആ ഒരു പോയിൻറ്റിൽ നിന്ന് നമ്മൾ വീണ്ടും 6 ഇഞ്ചാണ് നമ്മുടെ ആം ഹോളിൻ്റെ ഡെപ്ത് കൊടുക്കുന്നത്. അത് ഈ ഒരു 6 ഇഞ്ച് തന്നെയാണ് ഇവിടുത്തെ വിഡ്ത്ത് എന്നുള്ളത് നമ്മൾ നോക്കുക. എന്നിട്ട് ഈ പോയിൻറ്റുകളെ തമ്മിൽ ഇതുപോലെ നമ്മളിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് 38 ഇഞ്ച് അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9.5 ഇഞ്ചെന്ന് കിട്ടും. ആ 9.5 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1-2 ഇഞ്ച് വരെ തയ്യൽ തുമ്പ് കൊടുക്കാവേ. ഞാൻ എപ്പോഴും 2 ഇഞ്ചാണ് അങ്ങ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഈ ബാക്ക് പോർഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ടക്കൊന്നും പ്രത്യേകിച്ച് ഇട്ട് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കറക്റ്റ് അളവങ്ങ് കൊടുത്തേച്ചാൽ മതിയേ. നമുക്ക് കൂടുതലൊന്നും ബാക്ക് പോർഷനിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയല്ല നമ്മൾ തയ്യൽ തുമ്പ് 2 ഇഞ്ചോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അല്പം വ്യത്യാസം വരുത്തി വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് ഒന്ന് കയറ്റി കൊടുക്കാം നമുക്കങ്ങനെ വേണമെങ്കിൽ. ഇനി നമ്മളുടെ ആം ഹോളിൻ്റെ ഭാഗത്ത് ആ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ പോയിൻറ്റിൽ നിന്ന് നമ്മൾ താഴേക്ക് വെച്ച് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ കാണുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളുടെ ഈ ബാക്ക് പോർഷനിൽ ഒട്ടും കൈക്കുഴിയൊന്നും ചുളുങ്ങാത്ത രീതിയിലുള്ള ഒരു നമുക്ക് ആം ഹോൾ കിട്ടും. ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുത്താലേ. അപ്പോൾ ഈ ഒരു ഭാഗത്തെ ഇങ്ങനെയുള്ള ആ ഡെപ്ത് എന്ന് പറയുന്നത് നമുക്ക് 1 ഇഞ്ചേ വരത്തുള്ളേ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നമ്മളുടെ ആ ബോഡിയുമായിട്ട് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പോലെ കിട്ടും. ഇനി നമ്മളുടെ വേസ്റ്റിൻ്റെ ഭാഗത്തേതാണ്. അത് നമുക്കൊരു 34 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. അത് ഓരോരുത്തരും അവനവൻ്റെ അളവ് കൊടുത്തോണേ. 34 ഇഞ്ചിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 8.5 ഇഞ്ചെന്ന് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഈ ഒരു മെത്തേഡിൽ അവനവൻ്റെ അളവ് എടുത്തേ ചെയ്യാവുള്ളേ. ഏത് അളവുകാരാണേലും നമ്മളിപ്പോൾ ഒരു 38 ഇഞ്ച്
ചെസ്റ്റ് അളവിലുള്ളതാണ് കട്ട് ചെയ്യുന്നത് എങ്കിൽ പോലും അതിൽ തന്നെ ഒരുപാട് ഡിഫറൻസ് ഒക്കെ വരും. കാരണം പൊക്കം ഉള്ളവർ 38 ഇഞ്ച് ചെസ്റ്റ് അളവുള്ളവരുണ്ട്, പൊക്കം ഇല്ലാത്തവരുണ്ട്. അപ്പം ഇതൊക്കെ ഒരു വില കുറഞ്ഞ ക്ലോത്തിൽ സ്വന്തമായിട്ട് ഈ ഒരു മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് സ്വയം കണ്ടെത്താൻ പറ്റും നമുക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നുള്ളത്. ആ രീതിയിൽ ചെയ്ത് കൊടുത്തോണം. ഇതൊരു ഡെമോ ആയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ഇനി നമുക്ക് നെക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. നെക്ക് എടുക്കുന്നതിന് ഒരു ഫോർമുല ഉണ്ട്. നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും നമ്മളുടെ നെക്ക്. അപ്പം നമ്മൾക്കിവിടെ ഒരു 3 ഇഞ്ച് വരെ കൊടുക്കാവേ. അതിൻ്റെ ഒരു വിഡ്ത്ത് നമുക്കൊരു 3 ഇഞ്ച് വരെ കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 2.25 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. 2.25 2.5 3 3.5 വരെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ, കുഴപ്പമില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു 2.25 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ 8 ഇഞ്ചാണ് നമ്മളിതിൻ്റെ ഡെപ്ത്ത് കൊടുക്കുന്നത്. 8 ഇഞ്ച് കൊടുത്തത് കൊണ്ടാണ് നമ്മൾ 1.5 ഇഞ്ച് ഇവിടെ കുറച്ച് ഷോൾഡർ 6 ഇഞ്ച് ആക്കിയത്. അപ്പം നമ്മൾ ഈ ഒരു നെക്കിന് താഴേക്ക് വീണ്ടും ഡെപ്ത്ത് കൂട്ടുകയാണെങ്കിൽ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ 6 എന്നുള്ളത് 5.25 5.5 ഒക്കെ ആയിരിക്കണം ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത്. അതെല്ലാം നമ്മൾ ഇതിനു മുന്നേ പല പ്രാവശ്യം വീഡിയോസിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഷോൾഡർ. നമ്മളുടെ നെക്കിൻ്റെ ഡെപ്ത്ത് കൂടുന്നതിനനുസരിച്ച് ഷോൾഡർ ഇങ്ങനെ ചുരുങ്ങി വരും. അങ്ങനെയാണിത് നമ്മളുടെ സാരി ബ്ലൗസിൻ്റെ ഒരു കാൽക്കുലേഷൻ മെത്തേഡ്. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ട് വരച്ച് കൊടുക്കുകയാണ്. നെക്കൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാവേ. ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു റൗണ്ട് തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ പല പ്രാവശ്യം ചെയ്യുമ്പോൾ ആ റൗണ്ട് നല്ല ക്ലിയർ ആയി കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ ബാക്ക് പോർഷൻ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ വരച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അതിന് മുന്നായിട്ട് നമ്മൾക്ക് ഒരു ഓൾഡ് നമ്മളുടെ സാരി ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് വിഡ്ത്ത് എടുക്കുന്നതെന്നുള്ളതുകൂടെ ഇവിടെ ഒന്ന് പറയാവേ. നമ്മളിപ്പോൾ 38 ഇഞ്ചിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തല്ലേ പറഞ്ഞത്. അതുകൂടാതെ തന്നെ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. നമ്മൾ ഈ ഹുക്ക് വെച്ചിരിക്കുന്ന ഭാഗത്തു നിന്ന് ഈ ഒരു നമ്മളുടെ തയ്യൽ തുമ്പ് വരെയുള്ളത് എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തയ്യൽ തുമ്പും കൊടുക്കുക. ആ ഒരു രീതിയിലും നമുക്ക് അളവെടുക്കാവേ. സാരി ബ്ലൗസാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ ഈ രീതിയിൽ നമ്മൾ അളവെടുത്ത് വെച്ചാൽ മതി. അപ്പം നല്ല നീറ്റായിട്ട് നല്ല വൃത്തിക്ക് നമുക്ക് ഇതുപോലെ ബാക്ക് പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്തെ ആ ആം ഹോളിൻ്റെ ഭാഗത്തെ അളവാണ്, ഈ ഒരു കൈക്കുഴിയുടെ ഭാഗത്തെ അളവാണ് ഈ 38 ഇഞ്ചെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ബസ്റ്റിൻ്റെ ഭാഗത്താണെങ്കിൽ അത് 1 ഇഞ്ച് കൂടെയൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. 38 എന്നുള്ളത് 39 ആകും. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് ഈ ഒരു കൈക്കുഴിയുടെ ഭാഗത്തെ അളവാണ് ഈ 38 കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം വീഡിയോയിൽ അത് ശ്രദ്ധിച്ചോണേ. ഇനി നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ബാക്ക് പോർഷൻ റെഡി ആയിട്ട് ലഭിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ബാക്ക് പോർഷൻ ഇതുപോലെ കറക്റ്റ് അളവിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യാസം വരുത്തണം. നമ്മുടെ ക്ലോത്തിനെ കുറച്ചുകൂടെ നീട്ടിയിട്ട് കൊടുക്കണം. ഒരു സൈഡിൽ തന്നെ ഒരു 3 ഇഞ്ചോളം വിട്ട് കൂടുതൽ കിട്ടുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിരിക്കുന്ന വീഡിയോയിലും ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഒരു കമൻറ്റ് വന്നു അങ്ങനെ ഇട്ട് കൊടുക്കേണ്ടതെന്ന്. അപ്പം നല്ല ശ്രദ്ധയോടുകൂടി തന്നെ കാണണം കേട്ടോ. എങ്കിലൊക്കെ സാരി ബ്ലൗസ് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആദ്യമൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പിന്നീട് മാറും. ആദ്യമൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ കാണുക. ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നല്ലോണം മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇങ്ങനെ മടക്കുമ്പോൾ നമ്മൾ ബാക്ക് പോർഷനെക്കാട്ടിലും ഒരു സൈഡിൽ തന്നെ ഒരു 3 ഇഞ്ചോളം കൂടുതൽ കൊടുക്കണം. എങ്കിൽ നമുക്ക് ഓരോരുത്തരും ടക്ക് എടുക്കുന്ന അനുസരിച്ചാണ് അത് കൂടുതൽ കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു 3 ഇഞ്ചോളം കൂടുതൽ കൊടുക്കുന്ന രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ ഒരു പേപ്പർ കിട്ടത്തില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു പേപ്പർ മാറ്റി വേറൊരു പേപ്പർ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ സാരി ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലോത്തിൽ അങ്ങനെ തന്നെ കിട്ടിക്കോളും കേട്ടോ. ഇത് പേപ്പർ ആയതുകൊണ്ട് ഞാനൊന്ന് മാറ്റിയെടുക്കുന്നു മാത്രമേ ഉള്ളൂ. സാരി ബ്ലൗസ് ആദ്യമേ കട്ട് ചെയ്യുന്ന ഈ ഒരു അളവിന് ഒരു 1.5 മീറ്റർ അല്ലെങ്കിൽ 1.25 എടുത്തോണേ. അപ്പം 1 മീറ്ററിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പക്ഷേ അത് നല്ല ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം. ആദ്യമായിട്ട് ചെയ്യുന്നവരുടെ കാര്യം പറയുന്നത്. ഇനി നമ്മളിങ്ങനെ മടക്കിയതിന് ശേഷം ക്ലോസ് ആയ ഭാഗത്ത് നമ്മളൊരു 1/4 ഇഞ്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഹുക്കും ഹോളും വെച്ച് കൊടുക്കാനായിട്ടുള്ള ആ ഒരു വിഡ്ത്ത് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മൾ 1/2 ഇഞ്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. 1/4 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് 1/4 ഇഞ്ചാണ് നമ്മളിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ
ഇതിങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഈ ഒരു സൈഡിലേക്കാണ് നമ്മൾ ആ ഒരു 1/4 ഇഞ്ച് നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിന് മുന്നായിട്ട് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷനെക്കാട്ടിൽ ലെങ്ത് കൂടുതൽ വേണം. നമ്മളൊരു 1.5 ഇഞ്ച്, ഏത് അളവുകാരാണെങ്കിലും അത് 1.5 ഇഞ്ച് കൂടുതൽ കൊടുത്താൽ മതി. 1 ഇഞ്ച് കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. 1.5 ഇഞ്ച് കൊടുത്തോ കുഴപ്പമില്ല. 1.5 ഇഞ്ച് ആയിരിക്കും നമ്മളിതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടി. ഇത് നമുക്ക് ബെൽറ്റൊക്കെ കിട്ടാൻ വേണ്ടിയുള്ളതാണ് ഈ 1.5 ഇഞ്ച്. ആ 1.5 ഇഞ്ചിലേക്കായിരിക്കണം നമ്മൾ ബാക്ക് പോർഷൻ എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് നമ്മളുടെ ഈ ഒരു സൈഡിൽ 1/4 ഇഞ്ച് ഇങ്ങനെ നീണ്ട് അടിയിൽ നിൽക്കുകയും വേണം. അത് ശ്രദ്ധിക്കണം. ഈ 1.5 ഇഞ്ച് നമ്മളുടെ ലെങ്തിൽ കൂടുതലായിട്ട് നിൽക്കുകയും വേണം താഴേക്ക്. അപ്പോൾ ആ ഒരു 2 കാര്യവും ഈ ഒരു ഇങ്ങനെ വെച്ച് കൊടുക്കുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് ബാക്കി ഈ ഒരു സൈഡിൽ കൂടുതലും കിടക്കണം. നമുക്കൊരു 3 ഇഞ്ച് വരെയാണ് നമ്മൾ ഒരു സൈഡിൽ കൂടുതൽ കിട്ടുന്ന രീതിയിലാണ്, ഈ ഒരു സൈഡിൽ തന്നെ 3 ഇഞ്ച് കൂടുതൽ കിട്ടുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിപ്പം നമുക്ക് വണ്ണമില്ലാത്തവർക്ക് ഒരു 1.5 ഇഞ്ചൊക്കെ കൂടുതലാണെങ്കിലും മതിയേ. അപ്പം ടക്കൊക്കെ നമ്മുടെ ഈ കപ്പ് സൈസ് വരുന്നത് അനുസരിച്ചാണ് അവിടെ വിട്ട് കൂടുതൽ വരേണ്ടത്. അതുമാണ് അതിൻ്റെ ഒരു രീതിയെ. എന്നിട്ട് നമ്മൾ ഈ ബാക്ക് പോർഷനിലെ കറക്റ്റ് അളവിൽ ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആം ഹോളിൻ്റെ ഭാഗവും നെക്കിൻ്റെ ഭാഗവും ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമുക്കിതിനെ മാറ്റാവേ. നമ്മൾ ഇതുപോലെ അങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ 6 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്ന. ആ ഒരു 6 ഇഞ്ച് നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ആ ഒരു ഭാഗം ആം ഹോളാണ് ആദ്യമേ നമ്മൾ വരയ്ക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്ന് അകത്തേക്ക് നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ 1/2 ഇഞ്ചിൽ നിന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഒരു ഭാഗവും ഇതുപോലെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആം ഹോൾ കർവ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ അങ്ങ് കുഴിച്ച് നല്ല നീറ്റായിട്ട് ഇങ്ങനെ അങ്ങ് വരച്ച് കൊടുത്തേച്ചാൽ മതി. അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തെ മെഷർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഇഞ്ചോളവേ അകത്തുനിന്ന് വരത്തുള്ളൂ. അപ്പം നല്ലൊരു ആം ഹോൾ കർവ് നമുക്കിങ്ങനെ കിട്ടുവേ. ഈ ഒരു കോർണറാണ് നമുക്ക് 1 ഇഞ്ച് ഇങ്ങനെ ഡെപ്ത് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് 2 ഇഞ്ച് നമ്മളുടെ തയ്യൽ തുമ്പുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ഒരു 1 ഇഞ്ച് കിട്ടിയാലും മതിയേ. കാരണം നമ്മൾ ടക്ക് 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി 1.5 ഇഞ്ച് കൊടുത്താലും ടക്കല്ല, ആ സൈഡിൽ 1.5 ഇഞ്ച് അങ്ങ് കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല. ഇനിയുള്ള ബാലൻസ് ഇപ്പോൾ അവിടെ കിടക്കട്ടെ, പിന്നീട് നമുക്കത് അടയാളപ്പെടുത്താം എങ്ങനെയാണെന്നുള്ളത്. ഇനി നമ്മൾ നെക്കാണ്. നെക്കിന് നമ്മൾ ബാക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്ന അതേ വിഡ്ത്താണ് കൊടുക്കേണ്ടത്. ഫ്രണ്ട് പോർഷനിൽ ലെങ്ത് നമ്മൾ 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി നല്ല പൊക്കമുള്ളവർ, ഒരുപാട് പൊക്കമുള്ളവരാണെങ്കിൽ മാത്രം ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് തന്നെ 6 എന്നുള്ളത് 6.25 6.5 നമ്മൾ കൊടുത്തോണം. നമ്മളിപ്പോൾ ഒരു 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അതേ സെയിം വിഡ്ത്തിൽ ഇങ്ങനെ താഴേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ ബോക്സ് പോലെ വരയ്ക്കുന്നു. എന്നിട്ട് കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് അകത്തേക്ക് നമ്മളൊരു 1/4 ഇഞ്ച് മതിയേ, കൂടുതൽ വേണ്ട. 1/4 ഇഞ്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ 6 ഇഞ്ചാണ് നമ്മൾ ലെങ്ത് കൊടുത്തിരിക്കുന്നത്, അത് നമ്മൾ ഇവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഒരു 1/4 ഇഞ്ചിലൂടെ ഇങ്ങനെ വന്ന് നമ്മൾ ഇതുപോലെ നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ നല്ലൊരു നെക്ക് നമുക്കിങ്ങനെ കിട്ടുക. നല്ല വൈഡായിട്ടുള്ള നെക്കാണ്, നല്ല വൃത്തിക്ക് നല്ല റൗണ്ടിൽ നമുക്കിങ്ങനെ കിട്ടുക. അപ്പം ഈ ഒരു ഭാഗമെല്ലാം നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ടക്കിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാം. ടക്കിൻ്റെ ഭാഗവും നമ്മൾ ഒരു ഓൾഡ് സാരി ബ്ലൗസ് അവനവൻ്റെ അളവെടുക്കുക. എന്നിട്ട് ഷോൾഡർ പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഈ ഒരു ടക്ക് പോയിൻ്റ് വരെയുള്ളത് എത്രയാണെന്ന് ഇതുപോലെ നമ്മൾ അളന്ന് നോക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം അല്ലെങ്കിൽ നമ്മളുടെ ഷോൾഡറിൽ നിന്ന് നമ്മുടെ ദേഹത്ത് എത്രയാണോ വരേണ്ടതെന്നുള്ളത് ഓരോരുത്തരും അവനവൻ്റെ നോക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു നമ്മുടെ ടക്ക് പോയിൻറ്റിലേക്കുള്ള ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം ഇത് ഓരോരുത്തർക്കും
ഹൈറ്റ് അനുസരിച്ച് വ്യത്യാസമായിരിക്കും. ഒരു 1/2 ഇഞ്ചിൻ്റെയൊക്കെ വ്യത്യാസമേ വരത്തുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ 38 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരാൾക്ക് നല്ല ഹൈറ്റോടൊക്കെ ഉണ്ടെങ്കിൽ ഒരു 14 വരെയൊക്കെ കൊടുക്കാവേ. അല്ലെങ്കിൽ ഒരു 13.25 കൊടുത്താൽ മതിയേ. നമ്മളിപ്പോൾ ഒരു 13.5 വെച്ചാണ് ഇവിടെ കാണിക്കുന്നത്. ഓരോരുത്തരും ഒരു പഴയ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരല്പം കൂടെ നീളമൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ അത് അവനവൻ സ്വയം കണ്ടെത്തി ചെയ്തോണേ. അപ്പം നമ്മളിപ്പോൾ ഒരു ഏകദേശ രീതിയിലേ നമുക്കിങ്ങനെ പറഞ്ഞു തരാൻ സാധിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു 13.5 വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ആ ഭാഗം ഇങ്ങനെ നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ വരച്ച പോയിന്റിൽ നിന്ന് നമ്മൾ ആ നെക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ 1 ഇഞ്ച് ഇങ്ങനെ മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ആം ഹോളിൻ്റെ ഈ ഒരു ഏരിയയിൽ നമ്മളൊരു 1/4 ഇഞ്ച് ഇങ്ങനെ മുകളിലേക്ക് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം കൂടെ കാണിക്കാവേ. നമ്മളുടെ ഓൾഡ് സാരി ബ്ലൗസ് എടുത്തതിന് ശേഷം നമ്മൾ ഹുക്കിൻ്റെ ഭാഗമുള്ള ആ ഒരു വശം എടുത്തോണേ. ഈ ഒരു ഹുക്കിൻ്റെ ഭാഗമുള്ള വശം എടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു പോയിൻ്റ് വരുന്നുണ്ട്, സ്റ്റിച്ചിങ് പോയിൻ്റ്. അത് എത്രയാണെന്ന് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ അളന്ന് നോക്കണേ. അതുപോലെ നമ്മളുടെ കറക്റ്റ് അളവ് നമ്മളുടെ ഓരോരുത്തരുടെ സ്വന്തം സാരി ബ്ലൗസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുവേ. അപ്പോൾ ആ ഒരു മെഷർ എത്രയാണെന്നുള്ളതാണ് നമ്മൾ ആ വിഡ്ത്തിനായിട്ട് അളക്കേണ്ടത്. ഇപ്പോൾ 38 ഇഞ്ച് ചെസ്റ്റ് അളവായതുകൊണ്ട് ഒരു 3.25 4 ഇഞ്ചോ കൊടുത്താൽ മതിയേ. നമ്മളിപ്പോൾ ഒരു 4 ഇഞ്ചാണ് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ ഒരു പോയിന്റിൽ നിന്നൊരു 3.5 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ടക്കിട്ട് വയ്ക്കാനുള്ള ആ പോയിൻ്റാണ് 3.5. ഈ ഒരു പോയിൻ്റ് 4 ഇഞ്ച്. ഇവിടെ ഇങ്ങോട്ടുള്ള ലെങ്ത് നമ്മൾ 3.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് ടക്ക് ഇടാനുള്ള വിഡ്ത്താണ്. ഇത് നമ്മുടെ കപ്പ് സൈസ് ഈ ഒരു ടക്കിലാണ് എത്ര വലുത് ചെറുതെന്നുള്ളത് വരുന്നത്. അപ്പം നല്ല വണ്ണം ഉള്ളവരാണെങ്കിൽ നമുക്ക് 1.5 2 ഇഞ്ചൊക്കെ ഇട്ട് കൊടുക്കാം. വണ്ണം തീർത്തും ഇല്ലാത്തവർക്ക് ഒരു 1 ഇഞ്ചോ 1/4 ഇഞ്ചോ ഒക്കെ മതി. ടീനേജുകളിലൊക്കെ ആണെങ്കിൽ 1/2 ഇഞ്ചൊക്കെ ഇട്ട് കൊടുത്താലും മതിയേ. അപ്പം നമ്മളിപ്പോൾ ഇവിടെ 2 സൈഡിൽ 1.5 ഇഞ്ച് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ 3 ഇഞ്ച് കിട്ടും. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു മെഷർ എടുക്കുകയാണെങ്കിൽ നമുക്ക് 3 ഇഞ്ചല്ലേ കിട്ടിയിരിക്കുന്നത്. അതിനാണ് ആ സൈഡിൽ നമ്മൾ ക്ലോത്ത് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. ഇനി ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ ആ ബാക്ക് പോർഷൻ്റെ കറക്റ്റ് നമ്മളുടെ അളവ് ഇവിടെ നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പം നമ്മൾ ഈ ടക്ക് ഇട്ട് കൊടുക്കുമ്പം ഈ ഒരു ഭാഗം ചുരുങ്ങി വരും. ഇത് കണ്ടോ, ഇത് നമ്മുടെ ടോട്ടൽ വേസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താലും ആ ഒരു അളവിൽ തന്നെ വരുവേ. അപ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ആ ഒരു സൈഡ് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ ചുമ്മാ ഒന്ന് വരച്ച് കാണിക്കുകയാണ്. ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ താഴേക്കൊന്ന് സൈഡ് വരച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ 3 ഇഞ്ച് അവിടെ ചുരുങ്ങിപ്പോകും. അത് നമുക്ക് ഇപ്പുറേക്ക് കിട്ടണം. അതിനു വേണ്ടിയാണ് നമ്മൾ കൂടുതൽ ഇടുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്ക് കൂടുതൽ വരേണ്ടത്. ഇവിടെ നമ്മളൊരു 1 ഇഞ്ചാണ് നമ്മൾ ടക്കിന് വരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു സൈഡിൽ 1 ഇഞ്ച് നമുക്ക് കൊടുത്താൽ മതി. ഇനി 1 ഇഞ്ചിന് പകരം നമ്മളൊരു 1.5 ഇഞ്ച് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. സൈഡ് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് ബാലൻസ് ഒത്തിരി നിൽക്കുന്നുണ്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു 1.5 ഇഞ്ചിട്ട് ആ പോയിൻറ്റുകളെ തമ്മിൽ താഴത്തെ ആ 3 ഇഞ്ചും തമ്മിൽ നമ്മളിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഭാഗമെല്ലാം നമുക്ക് ഇതുപോലെ കിട്ടി. ഇവിടെ നമ്മൾ 1.5 ഇഞ്ചാണ്, 1 ഇഞ്ച് മതി. പക്ഷേ നമ്മൾ 1/2 ഇഞ്ച് കൂടെ കൂടുതൽ കൊടുത്ത് 1.5 ഇഞ്ച് അങ്ങ് കൊടുക്കുന്നു. ഈ ഒരു ഭാഗത്ത് നമ്മൾ 3 ഇഞ്ചാണ് കൂടുതലും കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തെ തമ്മിൽ ഇങ്ങനെ ആ 1 ഇഞ്ചിൽ നിന്ന് ഈ 4 ഇഞ്ചിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇവിടെ 1/4 ഇഞ്ച് നേരത്തെ മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നല്ലോ, ആ ഒരു പോയിന്റിലേക്ക്, ആ 1/4 ഇഞ്ച് കൊടുത്ത പോയിന്റിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ താഴെ നമുക്കിപ്പം ബെൽറ്റ് റെഡിയായി ലഭിച്ചിട്ടുണ്ട്. ഇനി ബെൽറ്റിൻ്റെ വിഡ്ത്താണ്. നമുക്ക് ഈ ഉള്ള മുഴുവൻ ബെൽറ്റ് വിഡ്ത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അതിന് മുന്നായിട്ട് നമുക്കിവിടെ ടക്കിടാനുള്ളത് കൂടെ അങ്ങ് ഇടാവേ. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തിൻ്റെ കറക്റ്റ് സെൻറ്റർ കാണുക. എന്നിട്ട് ഈ ഒരു 2 ഭാഗത്തും
നമ്മൾ ഇവിടുന്ന് ഒരു 2.5 ഇഞ്ചാണ് ഇങ്ങോട്ട് വിട്ട് കൊടുക്കുന്നത്. 2 ഇഞ്ചോ 2.5 ഇഞ്ചോ നമുക്ക് കൊടുക്കാവേ. നമ്മളിപ്പോൾ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ ഒരു ഭാഗവും നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് 2 സൈഡിലേക്കും നമ്മൾ 1/2 ഇഞ്ച് വീതമാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ഇഞ്ച് വീതം നമ്മൾ 2 സൈഡിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ഭാഗങ്ങളെ തമ്മിൽ ഇതുപോലെ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുന്നു. ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ഏകദേശം 2 ഇഞ്ചോളം വരുവേ. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഭാഗത്താണ് കൊടുക്കേണ്ടത്. അത് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ 2 ഇഞ്ച് കറക്റ്റ് വരുന്നിടം ഈ ഒരു ഭാഗം ഇങ്ങനെ എവിടെയാണെന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ ഈ ഒരു ഭാഗത്തു നിന്ന് കറക്റ്റ് നമ്മൾ ഇതുപോലെ അങ്ങ് വരയ്ക്കുകയാണ്. താഴത്തെ 2 ടക്കിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഭാഗത്തേത് കറക്റ്റായിട്ട് കിട്ടുവേ, ഇങ്ങനെ വരച്ചില്ലേ പോലുവേ. ഇനി നമ്മൾ ഈ 2 സൈഡിലേക്ക് 1/2 ഇഞ്ച് വീതം കൊടുക്കുകയാണ്. വണ്ണം ഉള്ളവർക്കൊക്കെ 1/2 ഇഞ്ച് കൊടുക്കാവേ. വണ്ണം കുറഞ്ഞവർക്കാണെങ്കിൽ അവിടെ 1/4 ഇഞ്ചൊക്കെ കൊടുത്താലും മതി. അപ്പം നമ്മളിവിടെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കപ്പ് സൈസ് നല്ല വലുതായിട്ട് കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും 1/2 ഇഞ്ച് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗമെല്ലാം ഇങ്ങോട്ട് ചുരുങ്ങുമ്പം ആ സൈഡിൽ കൊടുത്തിരിക്കുന്ന വിഡ്ത്ത് നമുക്ക് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യുവേ. ആ ഒരു രീതിയിലാണ് നമ്മളിങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി ബെൽറ്റ് നമുക്ക് വേണ്ട വിഡ്ത്ത് നമുക്ക് 8.5 ഇഞ്ചാണ് വേണ്ടത്. പിന്നെ നമുക്ക് അതിൻ്റെ കൊടുത്ത് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അത് നമ്മളുടെ ഈ ഒരു ഭാഗം വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ബെൽറ്റ് ഇങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മളുടെ കറക്റ്റ് അളവിൽ വേണമെങ്കിലും നമുക്ക് ബെൽറ്റ് കട്ട് ചെയ്തെടുക്കാം. അതല്ല എങ്കിൽ ടോട്ടൽ ബെൽറ്റ് അങ്ങ് കട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കൊടുത്താലും മതിയേ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു സാരി ബ്ലൗസ് വളരെ നീറ്റായിട്ട് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യമേ നമ്മൾ ഈ ഒരു ബെൽറ്റിൻ്റെ പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഈ ഒരു ഭാഗം ബാലൻസ് നിൽക്കുന്നതെല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു. ഈ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഏത് സൈഡാണെന്ന് കറക്റ്റ് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ കറക്റ്റ് അളവ്. ഇനി ആ ഇപ്പം കട്ട് ചെയ്ത് കളഞ്ഞാലും അവിടെ നിൽപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല, പിന്നീട് കട്ട് ചെയ്ത് കൊടുത്താലും മതിയേ. ബാക്കി എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും പിന്നെ നമ്മുടെ ഒരു ഇൻസ്റ്റയും ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. നമ്മളിപ്പോൾ ഇതുപോലെ ഫ്രണ്ട് പോർഷൻ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഫ്രണ്ട് പോർഷന് ബെൽറ്റ് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അത് നോക്കി അറിയാൻ വയ്യാത്തവർ ചെയ്തോണേ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കട്ടിങ് മാത്രമേ ഇടുന്നുള്ളൂ. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്താൽ മതി. അപ്പം 2 പോർഷനായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. നല്ല നീറ്റായിട്ട് കിട്ടുക. അപ്പോൾ ഈ ബെൽറ്റിൻ്റെ ഭാഗങ്ങളെല്ലാം ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കമൻറ്റ് ഇടണേ, ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ സപ്പോർട്ട് കറക്റ്റ് ആയിരുന്നോ എന്നൊക്കെയാണ് ഉള്ളത്. അപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അത് ഓരോരുത്തരുടെയും ബോഡി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടല്ലല്ലോ ചെയ്യുന്നത്. കറക്റ്റ് അളവും ഇല്ലല്ലോ, രണ്ട് അളവ് വെച്ചല്ലേ. അപ്പം ഏകദേശം കറക്റ്റായിട്ടേ കിട്ടത്തുള്ളൂ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ. അപ്പം എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് അടുത്ത നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അത് മാറ്റിയെടുത്താൽ മതിയേ. ഇനി നമ്മളിതാണ് ബാക്ക് പോർഷൻ. ഈ ബാക്ക് പോർഷൻ വെച്ചാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. സ്ലീവ് കട്ട് ചെയ്യുന്നതും നമ്മൾ ഈ പേപ്പറിൽ തന്നെ കാണിക്കാവേ. നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് നമ്മുടെ ബാലൻസ് ക്ലോത്ത് ഉള്ളതിനെ നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് ആദ്യമേ മടക്കി കൊടുക്കുക. അതിനെ വീണ്ടും ഒന്നുകൂടെ നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടോട്ടൽ 4ആയിട്ട് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുകയാണ്. അപ്പോഴല്ലേ നമുക്ക് 2 സ്ലീവ് കൂടെ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. നല്ല നീറ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. ലെങ്തൊക്കെ നമ്മളുടെ ആവശ്യത്തിന് എടുത്തോണേ. നമ്മളിപ്പം ലൈനിങ് വെച്ചുള്ളതാണെങ്കിൽ നമ്മൾ സീം അലവൻസ് കൊടുക്കുന്നത് 1 ഇഞ്ച് കൊടുത്താൽ മതി. ലൈനിങ് വെക്കാത്തതാണെങ്കിൽ 1.5 ഇഞ്ച് കൊടുത്തോണേ. നമുക്ക് ഈ അടിഭാഗമൊക്കെ മടക്കി കൊടുക്കാനായിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഒരു 6 ഇഞ്ച് നമുക്ക് ലെങ്ത് കിട്ടത്തക്ക രീതിയിലാണ്. പിന്നെ നമ്മൾ ഒരു 2 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം 6 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടാനായിട്ട് പിന്നെ 2 ഇഞ്ച് ബോട്ട ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ടും മുകൾ ഭാഗം ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ടും എല്ലാം കൂടെ കൂട്ടിയാണ് 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 8 ഇഞ്ചാണ് നമ്മൾ ലെങ്ത് അങ്ങനെ ടോട്ടൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ക്ലോസ് ആയ ഭാഗം നമ്മുടെ സൈഡിൽ വെച്ച് കൊടുക്കുന്നു. ഇനി ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം
നമ്മൾ ആദ്യമേ 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ആ പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് അളക്കണേ. ക്ലോത്തിൽ അളക്കുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുവേ. പേപ്പറിൽ അളക്കുന്നതിനെക്കാട്ടിലും നല്ല നീറ്റായിട്ട് കിട്ടുന്നേ നമ്മുടെ ക്ലോത്തിൽ അളക്കുമ്പോഴേ. നമുക്കിപ്പോൾ 8 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഓരോരുത്തർക്കും അവനവന് കിട്ടുന്ന എത്രയാണോ അതാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് നമ്മൾ ഡൗൺവേർഡായിട്ട് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ടോട്ടൽ ചെസ്റ്റ് 38 ഇഞ്ചാണ്. അതിനെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3.8 എന്ന് കിട്ടുവേ. അതാണ് നമ്മളിനി ഈ ഡൗൺവേർഡായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് 3.8 ഏകദേശം ഒരു 3.25 എന്നുള്ളത് നമ്മളങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് ഈ ഒരു പോയിന്റുകളെ തമ്മിൽ ഇങ്ങനെ നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കുക. ഇത് ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് സ്ലീവ് കട്ട് ചെയ്യാനായിട്ടുള്ളത്. എന്നിട്ട് കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ നമ്മളിങ്ങനെ കാണുകയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഈ ടേപ്പ് ഇങ്ങനെ മടക്കി കൊടുത്ത് കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റുകളുടെയും കറക്റ്റ് സെൻറ്റർ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണേ. നല്ല നീറ്റായിട്ട് ഇതുപോലെ നമുക്ക് കിട്ടും. ഈ ഒരു പോയിൻറ്റിൻ്റെയും കറക്റ്റ് സെൻറ്റർ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മളിങ്ങനെ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് 1/2 ഇഞ്ച് മുകളിലേക്കും 1/2 ഇഞ്ചാണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് 1/2 ഇഞ്ച് നമ്മൾ താഴേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് ഒരു 1.25 1.5 ഇഞ്ച് ഈ കോർണറിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് നമ്മൾ ഇങ്ങനെ ഈ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ നമ്മൾ ഒരു ഓവൽ ഷേപ്പ് കിട്ടാൻ വേണ്ടി, നമുക്ക് കൂടുതൽ പോകരുത്, അതിന് വേണ്ടിയാണ്. ഷാർപ്പാകരുത്, ഓവൽ ഷേപ്പ് വേണം, അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തത്. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നമ്മൾ കറക്റ്റ് സെൻറ്ററിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഈ ഒരു 1/2 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത പോയിന്റ് വഴി ഇങ്ങോട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് 2 ഇഞ്ച് നമ്മളിവിടെ ഇങ്ങനെ കൊടുക്കുന്നു. 2 ഇഞ്ച് നമ്മളെ തയ്യൽ തുമ്പാണ്. ആ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾക്ക് എത്രയാണോ ഓപ്പൺ വേണ്ടത്, നമ്മളിപ്പോൾ ഒരു 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് ഓരോരുത്തരും അവനവൻ്റേത് മാർക്ക് ചെയ്തോണം. ഇത് 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കുന്നു. ഈ പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വളരെ സിമ്പിളായിട്ട് നമ്മളിപ്പം ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്ത് എടുക്കുകയാണ്. എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ സ്ലീവിനെ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് എത്രയാണോ മടക്കി കൊടുക്കാനുള്ളത് അത് ഇതുപോലെ ഇങ്ങനെ മടക്കിയതിന് ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് നമുക്കത് എത്രയാണെന്നും വളരെ എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും. വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും സാധിക്കുമേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ വന്ന് കറക്റ്റ് സെൻറ്റർ വഴി വന്ന് ഇതുപോലെ ഇങ്ങനെ നമ്മളങ്ങ് കട്ട് ചെയ്ത് നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനിയും നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ കുഴിച്ച് കട്ട് ചെയ്യും. അപ്പം നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നെങ്കിൽ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഈ അകത്ത് വരുന്നിടങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് മാത്രമേ ഇനിയും കട്ട് ചെയ്യാവുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മളുടെ 2 ആം ഹോളിലും കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഫ്രണ്ട് പോർഷനിൽ വരേണ്ടതാണ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മളൊരു 3/4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. നമ്മളൊരു 3/4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ വന്ന് കറക്റ്റായിട്ട് ഇതുപോലെ വന്ന് നമ്മൾ ഈ ഒരു കുഴിച്ച് ഈ 3/4 ഇഞ്ചിലൂടെ ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ ഭാഗം നമ്മൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ നീറ്റായിട്ട് നമ്മളിപ്പോൾ ഈ ആം ഹോളിൻ്റെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. അപ്പം ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും നമ്മൾ ഇടുന്നില്ല. അതിന് നമ്മൾ ഒരുപാട് സാരി ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അറിയാൻ വയ്യാത്തവർ അത് നോക്കിയാൽ മതി. ഇതിപ്പം നമ്മൾ 38 ഇഞ്ച് ചെസ്റ്റ് സൈസിലൊരു സാരി ബ്ലൗസ് കട്ട് ചെയ്യാമോ എന്ന് ഒരു ചേച്ചി നമുക്ക് കമൻറ്റിൽ ചോദിച്ചു. അതിനു വേണ്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുകയും ഇത് തയ്ച്ചതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് കമൻറ്റിൽ വന്ന് പറയുകയൊക്കെ ചെയ്യണേ. അപ്പം നമ്മളിപ്പം നല്ല നീറ്റായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓരോരുത്തരും അവനവൻ്റെ ഷേപ്പിനനുസരിച്ചൊന്ന് മാറ്റിക്കോണേ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.